ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ ആർ എസ് രാജീവ്, യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ബി എൽ അജേഷ്, പാർട്ടിയുടെ മേഖലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ പി ശിവശങ്കരൻ നായർ തുടങ്ങി യുവമോർച്ച സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കൾ നമസ്കാരം. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗുണ്ടാപ്രവർത്തനം നടത്തുന്നവരെ സർക്കാർ സർവീസിലേക്ക് കടത്തിവിടുന്നു, അവരെ യഥാക്രമം അവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ പുറകിലുള്ള ശിശുക്ഷേമ സമിതി ആസ്ഥാനത്ത് നടക്കുന്നത്. 2008 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ ഈ അജീവ് എന്ന് പറയുന്ന വഞ്ചൂർ സ്വദേശി അദ്ദേഹം 2008 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിലിലായിരുന്നു. ആ കാലഘട്ടം അദ്ദേഹം ജോലി ചെയ്തതായി തരപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പ്രമോഷൻ നൽകുന്ന ഒരു പ്രവർത്തനം ഇവിടുത്തെ നേതാവ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുവാൻ പോകുന്നു. ഇത് യാതൊരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല. ഇതിനെതിരെ ശക്തമായ സമരവുമായി യുവമോർച്ച ഇനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി പാർട്ടിയുടെ സമാരാധന ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. നിറഞ്ഞ യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ആർ സജിത്ത്, പാർട്ടിയുടെ മേഖലാ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ പി ശിവശങ്കരൻ നായർ അവർ, യുവമോർച്ചയുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ബി എൽ അജേഷ്, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അബ്ദുൽ, ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ കിരൺ, അനന്തു, മറ്റ് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ സാദര നമസ്കാരം. ഇവിടെ ഇത്തരത്തിലുള്ളൊരു മാർച്ച് സംഘടിപ്പിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചു. നമ്മൾ കേട്ടുകേൾവി, ഈ രാജ്യത്തോ ലോകത്തോ കേട്ടുകേൾവിയില്ലാത്ത വിചിത്രമായിട്ടുള്ളൊരു സമ്പ്രദായമാണ് ഈ ശിശുക്ഷേമ സമിതിയിൽ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരളമാകെ ഞെട്ടിയത്. ഒരു കൊടും ക്രിമിനൽ, ആദ്യത്തെ ചോദ്യം, ഈ കൊടും ക്രിമിനലായിട്ടുള്ള മൊട്ടയാജി വഞ്ചിയിലുള്ള ആ മൊട്ടയാജിക്ക് എങ്ങനെയാണ് ശിശുക്ഷേമ സമിതിയിൽ ജോലി കിട്ടിയത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ഗുണ്ട, ആ ഗുണ്ട മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസിഡന്റായിട്ടുള്ള ഈ ശിശുക്ഷേമ സമിതിയിൽ ഇയാൾക്ക് ജോലി കിട്ടുന്നത്. അതേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ശിശുക്ഷേമ സമിതിയിൽ നിന്നാണ് ഇദ്ദേഹം 2009-2008 കാലഘട്ടത്തിൽ ജയിലിൽ കിടന്ന ആ കാലയളവ് പ്രമോഷന് വേണ്ടി അത് പരിഗണിക്കാനുള്ള തീരുമാനം കേരളത്തിലെ മന്ത്രി വീണ ജോർജ് പൊതു ആരോഗ്യരംഗ മന്ത്രിക്ക് കൊടുക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുകയാണ് AKG സെന്റർ. നമുക്കറിയാം കേരളത്തിനകത്ത് AKG സെന്ററിലെ 2 ഭരണമാണ് നടക്കുന്നത്. ഒന്ന് പിണറായിയുടെ ഒരു രാഷ്ട്രീയ ഭരണവും, 2 എന്ന് പറയുന്ന AKG സെന്ററിൽ നിന്നുള്ള മറ്റൊരു ഭരണവും. അത് പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള ഭരണമാണ്. ആ ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം TP ചന്ദ്രശേഖരന്റെ 20 വർഷത്തിന് മുകളിൽ കൊടും കുറ്റവാളികളെന്ന് കണ്ടെത്തി അവർക്ക് ജയിൽ മോചനം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഈ ആഭ്യന്തര വകുപ്പാണ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. ഇവിടെ ഈ കള്ളനായിട്ടുള്ള കൊടും തീവ്രവാദിക്ക് വേണ്ടി AKG സെന്റർ കത്തെഴുതുകയാണ്. ഇയാൾക്ക് ജയിലിൽ കിടന്ന ആ അവസരം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാലാവധിയായി കൊടുക്കണം. മറ്റൊരു വിരോധാഭാസം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പുറത്തു വന്നിരിക്കുന്നു. ഇതേ കേരളത്തിലെ നിയമോപദേശം തേടുന്ന, കേരള മുഖ്യമന്ത്രിക്ക് നിയമോപദേശം കൊടുക്കുന്ന കേരളത്തിലെ അറ്റോർണി ജനറൽമാർ അയാൾക്ക് ഈ തെരുവ് ഗുണ്ടയ്ക്ക് ഉപദേശം കൊടുത്തിരിക്കുന്നു. ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട കോടതികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കുറ്റവാളി തനിക്ക് തന്റെ ശിക്ഷാ കാലയളവായിട്ടുള്ള 1 വർഷക്കാലം എനിക്ക് എന്റെ ജോലിയിലെ പ്രൊമോഷൻ സാധ്യതയായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പോയിരിക്കുകയാണ്. അതും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അറിവോട് കൂടിയിട്ടാണ്. അപ്പൊ ഞാനൊന്ന് കേൾക്കട്ടെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടുത്തെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എന്നെ ശ്രമിക്കണമെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇന്ന് കേരളത്തിന്റെ അവസ്ഥയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കണവന് ഇന്ന് സർക്കാർ ജോലി. മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് ഗുണ്ടാപ്പണി എടുക്കണവന്
ഇവിടെ സർക്കാർ ജോലി കൊടുക്കുന്ന ഒരു സർക്കാരായി ഇവിടുത്തെ സംസ്ഥാന സർക്കാർ മാറിയിരിക്കുകയാണ്. ഇത് ശിശുക്ഷേമ സമിതി നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾക്ക് ഇറങ്ങി നിരങ്ങാനുള്ള സ്ഥലമായിട്ടാണ് കൊച്ചു കുട്ടികളുടെ വെൽഫെയറിനകത്തുള്ള ചൈൽഡ് വെൽഫെയർ ഫോറം മാറിയിരിക്കുന്നത്. നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും, ഒരു വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിലെ ആ ഗവർണർ ഈ സ്ഥാനം രക്ഷാധികാരി എന്നുള്ള സ്ഥാനം രാജിവെച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, ഈ സമിതിയിൽ നടക്കുന്നത് തികച്ചും നിരുത്തരപരമായിട്ടുള്ള കാരണങ്ങളാണ് ഇവിടെ നടക്കുന്നത് പാർട്ടിവൽക്കരണമാണ്. ഇവിടെ കുട്ടികൾക്ക് ഈ സമിതി കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. അന്ന് പലരും അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ന് മനസ്സിലാക്കുന്നത്, ഈ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് നടു റോഡിലിട്ട് ചെറുപ്പക്കാരെ കശാപ്പ് ചെയ്യുന്ന കേവലമല്ല, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ ഗുണ്ടയാണ് ഈ സമിതിക്ക് നേതൃത്വം കൊടുക്കുന്നത് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, കേരളം ഒന്ന് ആലോചിക്കണം. അത്രയും നികൃഷ്ടമായിട്ടുള്ള ആ ജീവിയെ പോറ്റുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് ഇത് എന്നും കൂടി കേരളം ആലോചിക്കണം. അപ്പൊ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് താല്പര്യം കേരളത്തിലെ ഗുണ്ടകളോടാണോ എന്നാണ് ഭാരതീയ ജനതാ യുവമോർച്ച കേൾക്കുന്നത്. കേരളത്തിലെ ഗുണ്ടകളോടാണോ മുഖ്യമന്ത്രിക്ക് താല്പര്യം? കേരളത്തിലെ ഗുണ്ടകളുടെ പരിരക്ഷയാണോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് താല്പര്യം? കേരളത്തിലെ കുട്ടികളുടെ വെൽഫെയർ സൊസൈറ്റിയെ ക്രിമിനൽ വൽക്കരിച്ച ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും തയ്യാറാകില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തനെ കൊന്ന ഈ കൊടും കുറ്റവാളിയെ എത്രയും വേഗം മുഖ്യമന്ത്രി അടങ്ങുന്ന ഈ സമിതി പിരിച്ചുവിടലിന് തയ്യാറാകണമെന്ന് പറയുന്നു. കാരണം ഇനി ഒരു സംശയം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. ഇദ്ദേഹത്തിന്റെ പ്രൊമോഷന് വേണ്ടി ഒരു വർഷം ജയിലിൽ കിടന്ന കാലയളവ് കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ 12 മാസത്തെ ശമ്പളം ഒരു ക്രിമിനലിന് സംസ്ഥാനത്ത് നിങ്ങളും ഞാനും കരം കൊടുക്കുന്ന ആ കരത്തിൽ നിന്നും കൊടുത്തിട്ടില്ലയോ എന്ന് എന്ത് സംശയമാണുള്ളത്? അത് പുറത്തു പറയാൻ വേണ്ടി സർക്കാർ തയ്യാറാകുമോ? മന്ത്രി വീണ ജോർജ് തയ്യാറാകുമോ? ഇതിന്റെ അധ്യക്ഷൻ തയ്യാറാകുമോ? ഞങ്ങൾ ആരോപിക്കുന്നു, ഈ ഒരു വർഷം ജയിലിൽ കിടന്ന ആ കാലയളവിലുള്ള ശമ്പളം കേരളത്തിന്റെ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഈ കള്ളപ്രതിക്ക് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ BJP അസന്നിഗ്ധം ആരോപിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കള്ളനെ, ഈ കൊടും ക്രിമിനലിനെ ഇതിനകത്ത് നിന്ന് പുറത്താക്കുക മാത്രമല്ല, അയാൾക്ക് പ്രൊമോഷൻ അല്ല കൊടുക്കുന്നത്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട, ഈ കൊടും കുറ്റവാളിക്ക് കൊടുക്കേണ്ടത് ഡിസ്മിസിലാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഭാരതീയ ജനതാ യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും സമരം മാത്രമല്ല നിയമ പോരാട്ടത്തിന് കൂടി ഇറങ്ങുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികത പേരിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്, ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് ഭാരത് മാതാ, കള്ളന്മാരെ കൊലയാളികളെ സംരക്ഷിക്കും ഉള്ളക്കാരുടെ സർക്കാരെ, നിങ്ങൾക്കെതിരെ പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം, കണ്ണൂരിലുള്ളൊരു തെരുവ് ഗുണ്ട താജി എന്ന പേപ്പാട്ടി, നിങ്ങളുടെ പ്രിയനാം സഹോദരനെ, വെട്ടിക്കുത്തി കൊന്നിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും കേന്ദ്രത്തിൽ സർക്കാരിന്റെ ശമ്പളം പറ്റി സ്വൈര്യവിഹരം നടത്തുന്നേ.